दरवाजा खोलो साहब, दरवाजा खोलो। फैज खान हूँ, दरवाजा खोलो साहब। നോക്കട്ടെ साहब दरवाजा खोलो। क्या हुआ बाबूजी? साहब वो लोगों ने सबको बंदी बना दिया। उन्होंने पंडित जी और उनकी बीवी को मार दिया है। तुम लोग किसी भी तरह यहाँ से निकलो। बेटी सिंदूर मिटाओ। हरामजादे, ये देश हमारा है, हमारा कश्मीर। यहाँ पे हिंदू और हिंदुस्तानियों की जरूरत नहीं, मुसलमान काफी है, सिर्फ मुसलमान। എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിക്കുന്നു. അന്നത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയിൽ നിന്ന് 14 വർഷത്തെ ഇടവേള. ആ ഓർമ്മകളൊക്കെ മഞ്ഞുറഞ്ഞ പോലെ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. എന്തിനാണ് ഇത്രയും വൈകിയത്? കൂട്ടിയും കിഴിച്ചും ഇത്രയും നാളും എന്തിനാണ് കാത്തിരുന്നത്? എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അറിയില്ല. എവിടെ നിന്ന് തുടങ്ങിയാലും ഈ യാത്ര എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്ന് മാത്രം അറിയാം. ലാൻഡ് ചെയ്തു താൻ ഫോൺ ചെയ്തപ്പോ മുതല് കാത്തിരിക്കുക ഞങ്ങള്. തടിച്ച് കട്ടിമീശയൊക്കെ വെച്ച് താൻ ആകെ മിടുക്കനായിരിക്കണു. എത്ര കൊല്ലായി കണ്ടിട്ട്? 7 കൊല്ലം കഴിഞ്ഞു. ഇതിനിടയിൽ ഒരു തവണയെങ്കിലും നാട്ടിൽ വരണമെന്ന് തോന്നിയില്ലല്ലോ ഗൗതമിന്. വാ. അന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി പോകുമ്പോ 1 കൊല്ലെന്നേ കരുതിയിരുന്നുള്ളൂ. പിന്നെ ഓരോന്നായിട്ട് അതങ്ങോട്ട് നീണ്ടുപോയി. ഇവിടെ വന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് അടിച്ചു പൊളിച്ച് ഒന്നും ബാക്കി വെക്കാതെ ഏതെങ്കിലും രാജ്യത്ത് പോയി ആരും അറിയാതെ ജീവിക്കണമെന്ന പ്ലാൻ. ഇപ്പഴാ അതിന് സമയായിരുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ, അപ്പൊ തോന്നി പോലൊക്കെ ആവാം. ആരും ഇല്ലാഞ്ഞിട്ടും സ്വന്തം മിടുക്കൊണ്ട് പഠിച്ച് ഇവിടം വരെ എത്തിയില്ല ഇയാള്. തന്റെ അച്ഛന്റെ പഴയ പരിചയക്കാരെന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ ഭയങ്കര അഭിമാനം ഉണ്ടോ. അച്ഛന്റെ വെറും പരിചയക്കാരൻ മാത്രമാണോ ഉണ്ണിത്താനങ്ങൾ? എനിക്ക് അങ്കിളും ആന്റി ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എങ്ങോട്ടൊക്കെ പോവായിരുന്നു എന്ന് എനിക്ക് പോലും അറിയില്ല. അതിന് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? തന്റെ പരിശ്രമം, പിന്നെ ദൈവാധീനവും. ആഹാ, ഇയാളോടൊന്ന് ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ സരോജം. കാപ്പി എടുക്ക്. കാപ്പി മാത്രം പോരാ, ഊണും വേണം. ആന്റി ഉണ്ടാക്കണ മൊളോഷ്യവും പാവയ്ക്കുപ്പേരിയും 2-3 ദിവസം നിങ്ങളുടെ കൂടെ താമസിച്ചിട്ടേ പോകുന്നുള്ളൂ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാടിന്റെ ഒരു സുഖമില്ലേ. അതുകൊണ്ട് തന്നെയാ റിട്ടയർ ചെയ്തപ്പോ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാമെന്ന് ഞങ്ങളും തീരുമാനിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. മക്കളില്ലാത്തതിന്റെ വിഷമം തീരാൻ എന്നെ ദത്തെടുക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്കും സന്തോഷം അല്ലേ സരോജം? പിന്നെ എന്നിട്ട് ഇവിടെ എവിടെങ്കിലും വന്ന് സെറ്റിൽ ചെയ്യേ. ഞങ്ങളൊരു കുട്ടിയെ നോക്കിയാലോ? കല്യാണം കഴിക്കണ്ടേ? അതിന് സമയമായിട്ടില്ല. പിന്നെന്താ പരിപാടി? തീരുമാനിച്ചില്ല. ചോദിച്ചു വാങ്ങിച്ചതാ ഇപ്പൊ ട്രാൻസ്ഫർ. ബാംഗ്ലൂരിലോ ചെന്നൈയിലോ ജോയിൻ ചെയ്യാം. കമ്പനി ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്തായാലും കുറച്ച് ദിവസം അവധിയില്ല. കുറെ യാത്രകളുണ്ട്. ചില ആൾക്കാരെയൊക്കെ കാണണം. മേജർ ജോർജ് ജോസഫ് പുത്തമ്പുരക്കൽ ഇപ്പൊ നിനക്കൊരു മൈനർ ആയല്ലടാ പുല്ല്. വെള്ളം അടിച്ച് സുപ്പീരിയേഴ്സിനെ തെരമറിഞ്ഞതിന് കോർട്ട് മാർച്ച് ചെയ്തപ്പോഴും തല ഉയർത്തി പിടിച്ചിറങ്ങി പോന്നവനാടാ ജോർജ് ജോസഫ്. തൊപ്പി തെറിച്ചെങ്കിലും an army man is always an army man. ഒരു ആർമി മാൻ എത്ര അടിക്കണം നീ ആരാ തീരുമാനിക്കാൻ? എത്ര പെഗ് വേണേലും അടിച്ചോ, സാറിന്റെ ക്രെഡിറ്റ് കാർഡിൽ കാശില്ലെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. അത് കറക്റ്റ്. മേജർ ജോർജ് ജോസഫിന്റെ ക്രെഡിറ്റ് കാർഡിൽ പണമില്ല. ഇതിനില്ല. 5-8 കൊല്ലമായി ഒരു ദിവസം മുടങ്ങാൻ നിന്റെ ഈ കോപ്പ് ബാറിൽ വന്ന് അടിച്ചടിച്ച് നില്ലായതാണോ ഇത്? നീ പുതിയ പയ്യനാ, നിനക്കൊന്നും അറിയില്ല. വിളിക്ക് എന്റെ മാനേജറെ, അയാൾ വരട്ടെ.
നില്ലായിട്ട് 5-6 ദിവസമായതുകൊണ്ട് ഇനി നിർത്തിക്കോളാൻ മാനേജർ തന്നെയാണ് പറഞ്ഞത്. ഞാൻ സ്പോട്ട് എടുത്താൻ പറയാൻ അത്രക്ക് ധൈര്യമുണ്ടോ എന്റെ മാനേജർക്ക്? സ്മോൾ അടി നിർത്താൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് അടി നിർത്തിക്കോളാനാ പറഞ്ഞത്. അവനാരത് പറയാൻ? ഡേവിസേ, ജോർജ് സാറിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തോ. ബില്ലൊക്കെ ഈ സാർ സെറ്റിൽ ചെയ്തു. റമ്മ് തന്നെ അല്ലേ സാർ? പറയൂ, എന്റെ ബില്ല് സെറ്റിൽ ചെയ്യാൻ നീ ആരാ? പറയാം. ഞാൻ സാറിനെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ഐ എം ഗൗതം മേനോൻ. ഇത് തന്നെയാണോ സാർ വീട്? അങ്ങനെ ചോദിച്ചാ എനിക്കുള്ള ഉറപ്പൊന്നുമില്ല. ഏ? ഒരു കാര്യം ചെയ്യും, ഇതാക്കോട്ടും തുറന്നു നോക്ക്. തുറന്നു ഉറപ്പാ ഇത് എന്റെ വീട് തന്നെ. തന്നെ സമ്മതിക്കണോ? ഞാൻ എത്ര പെട്ടെന്ന് തുറന്നത്. ഞാൻ എത്ര ശ്രമിച്ചാലും സമ്മതിക്കൂല. ഈ കീഹോള് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നിക്കളിക്കും. ഒടുക്കം അവനെ തോപ്പിക്കും. ഞാൻ ദേ നടയിൽ കിടന്ന കണ്ട് ഉറങ്ങും. എനിക്കങ്ങനെ ഹൗസ് ഓർഡറാന്നുള്ള അഹങ്കാരമൊന്നുമില്ല. വകേറ് അതെ, ഇങ്ങോട്ടാ. അങ്ങോട്ട്. ഇതാണ് എനിക്ക് എപ്പോഴും. സാർ ഒറ്റയ്ക്കാണോ ഈ വീട്ടില്? വീട്ടില് മാത്രമല്ലടോ, ജീവിതത്തിൽ ഞാൻ ഒറ്റക്ക. എന്താ അതുകൊണ്ട് കുഴപ്പം വല്ലതും ഉണ്ടോ? അല്ല, വൈഫ് വൈഫ് അവള് പോയി. 2 കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു, അവരെയും കൊണ്ടുപോയി. 18 കൊല്ലം മുമ്പാ ഒരു രാത്രിയില് ഓഫീസേഴ്സ് ക്ലബിൽ നിന്ന് മടങ്ങുമ്പോ അന്നവള് പറഞ്ഞതാ 2 പേർക്ക് കൂടുതല കാർ അവൾ ഓടിച്ചോളാന്ന്. സമ്മതിച്ചില്ല ഞാൻ. എത്ര എണ്ണം ചെന്നാലും സ്റ്റിയറിംഗിൽ ഈ കൈ സ്റ്റഡി ആയിരിക്കും എന്നുള്ള എന്റെ അഹങ്കാരം ആയിരിക്കും. ഡിസംബറിലെ ബിസ്റ്റും ദൂരെ നിന്ന് വരുന്ന 2 ഹെഡ്ലൈറ്റും ഒന്നും ഓർമ്മയില്ല. പിന്നെ ലോറിക്കടിയിൽ നിന്ന് എന്നെ വലിച്ച് പുറത്തെടുക്കുമ്പോ പപ്പടം പോലെ പൊടിഞ്ഞ കാറിനകത്ത് അവളും കുഞ്ഞുങ്ങളും പൊടിപ്പിള്ളേരായിരുന്നു. 2 ഉറങ്ങണം പോലെയാ തോന്നിയത്. ഒറ്റയടിക്ക് 3 പേരെയും കൊണ്ടുപോയി കർത്താവ്. പിന്നെ വെള്ളോടി നിർത്താൻ ഓരോരുത്തരുടെ ഉപദേശം. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉപദേശം കേൾക്കാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു. അതോടെ ഡ്യൂട്ടി ടൈമിൽ വെള്ളമടിച്ച് സുപ്പീരിയേഴ്സിന്റെ പുലഭ്യം പറയുന്ന ഇറസ്പോൺസിബിൾ ഓഫീസറായി ഈ മേജർ ജോർജ് ജോസഫ്. ഒടുവിൽ കോർട്ട് മാർഷലും 3 വർഷത്തെ പണിഷ്മെന്റും. ഹാപ്പി. അന്ന് മുതൽ ഞാൻ ആഘോഷിക്കുക. എന്ത് അതിശയമേ, ദൈവത്തിന്റെ സ്നേഹം എത്ര മനോഹരമേ. അതുപോട്ടെ, ഇയാളാരാ? ഇയാളെന്തിനാ എന്റെ ബില്ല് സെറ്റിൽ ചെയ്ത്? എന്തിനിപ്പോ എന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നത്? എല്ലാത്തിനും ഒരു ഉത്തരേ ഉള്ളൂ. സാറിന്റെ ദയ കൊണ്ട് കിട്ടിയ ജീവിതം എന്റേത്. അതിന് നന്ദി പറയാനാ വന്നത്. പണ്ടേ വരേണ്ടതായിരുന്നു, പക്ഷേ ഇപ്പോഴായിരിക്കും സമയമായത്. സാറിനെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ അന്നത്തെ മേജർ ജോർജ് ജോസഫിനെ അറിയുന്ന ആരും ഇപ്പോഴില്ല. എന്നെ ഓർക്കാൻ കഴിയുമോ സാറിന്? അന്ന് എനിക്ക് 7 വയസ്സേ ഉള്ളൂ. അന്നത്തെ സാറിന്റെ മുഖം എൻ്റെ ഓർമ്മയിൽ കൃത്യമായിട്ട് വരുന്നില്ല. പക്ഷേ എന്നെ ചേർത്ത് പിടിച്ച് മുഖത്തും മുടിയിലും തലോടി ആശ്വസിപ്പിച്ച ഈ കൈകള് ഞാൻ മറന്നിട്ടില്ല. ഒരിക്കൽ കാശ്മീരിൽ ടെററിസ്റ്റുകൾ ബന്ദികളാക്കിയ കുറെ പാവങ്ങളെ രക്ഷിക്കാൻ വന്ന കമാൻഡോകളുടെ കൂട്ടത്തിൽ സാറുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ആ രാത്രി സാറിൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ടാവാതിരിക്കില്ല. അന്നത്തെ ആ പയ്യൻ? അതെ സാർ, അത് തന്നെ. അന്ന് സാറിനോടൊപ്പം മറ്റൊരു മലയാളി ഓഫീസർ കൂടി ഉണ്ടായിരുന്നു, ഇല്ലേ? ഞങ്ങളുടെ കമാൻഡോ ചീഫായിരുന്നു കേണൽ ഹരീന്ദ്രനാഥ വർമ്മ. ഇപ്പോ റിട്ടയേർഡ് ജനറൽ ഹരീന്ദ്രനാഥ വർമ്മ.